നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഡ്യൂപ്ലിക്കേറ്റ്സ് നമ്പേഴ്സ് എങ്ങനെ റിമൂവ് ചെയ്യാം എന്നുള്ളതാണ്. വാട്സാപ്പിൽ നമ്പേഴ്സ് ആഡ് ചെയ്യണേക്കാട് മുമ്പായിട്ട് നമുക്കിപ്പോൾ ഒരുപാട് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ ഡ്യൂപ്ലിക്കേറ്റ്സ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എക്സൽ ത്രൂ എങ്ങനെ അത് റിമൂവ് ചെയ്യാമെന്നുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നമ്പേഴ്സ് ഇവിടെ എടുത്തിട്ടുണ്ട്. അതിൽ ഒരു അരവിന്ദ് എന്ന് പറയുന്ന നമ്പർ ഞാൻ കോപ്പി ചെയ്യുന്നു, ജസ്റ്റ് പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, രാധാകൃഷ്ണനും കോപ്പി ചെയ്യുന്നു, അത് പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ടോട്ടൽ നമുക്ക് നമ്പർ വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 11 നമ്പേഴ്സ് നമുക്ക് ടോട്ടൽ വരുന്നുണ്ട്. ഓക്കെ, ടോട്ടൽ ഇവിടെ ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും 11, ടോട്ടൽ 22. ഇത് രണ്ട് സെല്ലും കൂടെ സെലക്ട് ചെയ്തുകൊണ്ടാണ് ഈ സെല്ല് സെലക്ട് ചെയ്യണമെങ്കിൽ 11 നമ്പേഴ്സ് നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ റിമൂവ് ചെയ്യും എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ 2 പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 9 വരുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇത് ആദ്യം സെലക്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം ഈ ഡാറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അവിടെ റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ 2 സെല്ല് നമ്മൾ കോളംസ് സെലക്ട് ചെയ്തിട്ടുണ്ട്, നെയിമും ഫോൺ നമ്പറും. ഓക്കെ, എന്നിട്ട് അത് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്ത് കഴിയുമ്പോൾ 2 നമ്പേഴ്സ് ആയിരുന്നു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടായിരുന്നത്. ഓക്കെ, 2 നെയിമും 2 നമ്പേഴ്സ് ആയിരുന്നു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് രണ്ടും റിമൂവ് ആയി പോയിട്ടുണ്ട്. പിന്നെ 9 യൂണീക്കാണ് ഇതിൽ ഉള്ളത്. ഓക്കെ, നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇതിൽ 11 നമ്മൾ ടോട്ടൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ കൗണ്ട് 9 ഉള്ളൂ. അതായത് അരവിന്ദും രാധാകൃഷ്ണനും ഓട്ടോമാറ്റിക്കലി റിമൂവ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഫിൽട്ടർ ചെയ്തിട്ട് വേണം നമ്മൾ നമ്പേഴ്സ് ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട്. ഓക്കെ, ഈ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു.